കാനഡയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായും തൊഴിലിനായും കുടിയേറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ വർധനവ് കാനഡയുടെ വിദ്യാഭ്യാസ ഇമിഗ്രേഷൻ സംവിധാനങ്ങളിൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വിദ്യാർത്ഥികളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് കർശനമായ നയങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. പഠന പെർമിറ്റുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുക, പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാക്കുക തുടങ്ങിയ പ്രധാന മാറ്റങ്ങളാണ് കാനഡ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 2024 ഏപ്രിലിൽ കാനഡയിൽ 10 ലക്ഷത്തിലധികം സ്റ്റഡി വിസകൾ ഉണ്ടായിരുന്നുവെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നു. 2019 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 2019 6,37,780 പഠന പെർമിറ്റുകൾ നൽകിയെടുത്ത് 2023 10,40,985 ഉയരുകയും ചെയ്തു. ഈ വർധനവ് ഭവന, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങളിൽ വലിയ തോതിൽ ക്ഷാമം അനുഭവപ്പെടുന്നതിന് വഴിയൊരുക്കിയിരുന്നു. പിന്നീട് 2024 സെപ്റ്റംബറിൽ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പഠന പെർമിറ്റുകളുടെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവിൽ 40% കുറവ് രേഖപ്പെടുത്തി. ഇത് ഉയർന്ന ഡിമാൻഡുള്ള പ്രദേശങ്ങളിലെ വാടക വിപണിയെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. 2025 4,37,000 പെർമിറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് 2024 പരിധിയായ 4,80,000 10% കുറവാണ്. പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ, ടെറിട്ടോറിയൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നിർബന്ധമാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മിക്ക പഠന പെർമിറ്റ് അപേക്ഷകരും പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അറ്റസ്റ്റേഷൻ ലെറ്റർ സമർപ്പിക്കണം. ഈ രേഖകൾ അപേക്ഷകർ പ്രവിശ്യകളും പ്രദേശങ്ങളും നിശ്ചയിച്ചിട്ടുള്ള പഠന പെർമിറ്റ് പരിധികൾ പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഓരോ പ്രവിശ്യയ്ക്കും പുതിയ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മുൻപ് പഠന പെർമിറ്റ് പരിധികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ പുതിയ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകും. മാസ്റ്റേഴ്സ്, PhD പ്രോഗ്രാമുകളിൽ തിരക്ക് ഒഴിവാക്കാൻ ബിരുദാനന്തര പെർമിറ്റുകളും 2023 ലെവലിൽ പരിമിതപ്പെടുത്തും. ക്യൂബക്, ഒന്റാറിയോ പോലുള്ള പ്രദേശങ്ങളിലെ ജനപ്രിയ സർവകലാശാലകളെ ഈ മാറ്റം വലിയ തോതിൽ ബാധിക്കും. IRCCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് മാസ്റ്റേഴ്സ്, ഡോക്ടറൽ വിദ്യാർത്ഥികൾക്കും ഈ നിബന്ധന ബാധകമാണ്. പഠന പെർമിറ്റുകളുടെ വിതരണം കാനഡയിലുടനീളം തുല്യമല്ല. ചില പ്രവിശ്യകൾക്ക് മറ്റുള്ളവയേക്കാൾ കൂടുതൽ പെർമിറ്റുകൾ ലഭിക്കുകയും ചെയ്യും. ഒന്റാറിയോ, ക്യൂബക്, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട എന്നിവയാണ് ഏറ്റവും കൂടുതൽ പെർമിറ്റുകൾ ലഭിക്കുന്ന പ്രവിശ്യകൾ. നൂനാവത്, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ്, യൂക്കോൺ, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നിവയാണ് ഏറ്റവും കുറവ് പെർമിറ്റുകൾ ലഭിക്കുന്ന പ്രവിശ്യകൾ. ചില പ്രവിശ്യകളിൽ പരിമിതമായ സീറ്റുകൾ മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിനായുള്ള ഇടങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. 2024 നവംബർ മുതൽ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കുകയും അഡ്മിഷൻ ലെറ്ററുകൾ യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ നിബന്ധനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് 1 വർഷത്തെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. 2015 മുതൽ IRCC റിപ്പോർട്ടിംഗ് പ്രക്രിയകളെ ശക്തിപ്പെടുത്തുന്നതിന് DLISുമായി സഹകരിക്കുന്നുണ്ട്. പുതിയ ചട്ടങ്ങൾ പ്രകാരം നിർബന്ധിത കംപ്ലയിൻസ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്ററുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെടുന്ന DLIS പിഴ നേരിടേണ്ടി വരും. വർഷത്തിൽ 2 തവണ പഠന പെർമിറ്റുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠനം തുടരുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ DLIS IRCCക്ക് സമർപ്പിക്കണം. എൻറോൾ ചെയ്യാത്ത വിദ്യാർത്ഥികൾ അന്വേഷണത്തിനും നിയമ നടപടികൾക്കും വിധേയരാകാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കാനഡയിലെ പുതിയ നയങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബാധിക്കും. പഠന ലക്ഷ്യസ്ഥാനങ്ങളും പ്രോഗ്രാമുകൾ തെരഞ്ഞെടുപ്പുകളും പരിമിതപ്പെടുത്തും. PIL, TIL നിബന്ധന വന്നതോടെ വിദ്യാർത്ഥികൾ പ്രൊവിൻഷ്യൽ എന്ന പഠന പെർമിറ്റ് പരിധികൾ പാലിക്കണം. ഇത് ഒന്റാറിയോ, ക്യൂബക് പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും. മുമ്പ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതേ പരിധി നേരിടേണ്ടി വരും. ജനപ്രിയ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയെയും ഇത് ബാധിക്കും. ആഗ്രഹിക്കുന്ന കോളേജിൽ സീറ്റ് ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾ പഠന ലക്ഷ്യസ്ഥാനം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണം. സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കുകയും വ്യത്യസ്ത പ്രവിശ്യകളിലെ പെർമിറ്റ് പരിധികൾ നിരീക്ഷിക്കുകയും വേണം. DLI കംപ്ലയിന്റ് സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. സജീവമായ എൻറോൾമെന്റ് സ്റ്റാറ്റസ് നിലനിർത്തുക എന്നിവയും സുഗമമായ അപേക്ഷാ പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ്.